നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് വാട്ടറുള്ള ഒരു സ്ഥലം കാണാനാട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഏബിൾ ടാസ്മാൻ നാഷണൽ പാർക്കിലൂടെയാണ്. ഈ മലകളും കുന്നുകളും എല്ലാം നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ ബീച്ചസും കുറേ പ്ലേസസ് ഉണ്ട്. അപ്പോൾ ഇത് കുറേ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾക്ക് ആ ഉപ്പു സ്പ്രിങ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിപ്പെടുന്നത്. ചീസ് പറഞ്ഞേ. You did it by yourself? Yes. Okay, good. അങ്ങനെ നമ്മൾ പുപ്പു സ്പ്രിങ്സിൽ എത്തിയട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്കൊരു ചെറിയൊരു വോക്കുണ്ട് മെയിൻ പുപ്പു സ്പ്രിങ്സിലേക്ക്. അപ്പോൾ അവിടെ കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ചരിത്രവും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും ആ സ്ഥലത്ത് കുറേ മൗറി കൾച്ചറായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒത്ത നടുക്ക് തന്നെ നമുക്കൊരു സ്റ്റോണും കാണാം. അപ്പോൾ അതാണ് ടച്ച് സ്റ്റോൺ എന്ന് പറയണത്. ഇത് മൗറി കൾച്ചറിൽ വളരെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. അതായത് ഇവിടുത്തെ ട്രീറ്റി സൈൻ ചെയ്യണ സമയത്ത് ഉള്ള പ്രാധാന്യം എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ കൂടുതൽ ഹിസ്റ്ററിയിലേക്ക് പോകണില്ല. പിന്നെ ഇത് കണ്ടോ, വേൾഡിലെ തന്നെ ക്ലിയറസ്റ്റ് ഫ്രഷ് വാട്ടറാണ് ഈ പുപ്പു സ്പ്രിങ്സ്. ഇത് ഇത്രയും ക്ലീനസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെള്ളത്തിന് മദർ എർത്തിൻ്റെ ബ്ലഡും സ്കൈ ഫാദറിൻ്റെ ടീയേഴ്സും ആണെന്നാണ് പറയണത്. അതായത് ആകാശത്തിൻ്റെ കണ്ണീരും ഭൂമിയുടെ ചോരയും ആണ് ഈ വെള്ളം എന്നാണ് ഇവിടുത്തെ വിശ്വാസം. പിന്നെ ഇവിടുത്തെ വെള്ളം മൗറി കൾച്ചറിൻ്റെ പല ആചാരങ്ങൾക്കും യൂസ് ചെയ്യാറുണ്ട്. അപ്പം അത്രയും സീക്രട്ട് പ്ലേസ് പോലെയാണ് ഇവിടെ ഈ സ്ഥലം സൂക്ഷിക്കണത്. പിന്നെ അതുമാത്രമല്ല, അവിടെ നമ്മൾക്ക് സ്വിം ചെയ്യാനോ വെള്ളത്തിലിറങ്ങാനോ ഒന്നും പാടില്ല. അത് മനുഷ്യർ ടച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഹായ് സബ്സ്ക്രൈബേഴ്സ്. Hi, mommy. സേ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറ. Bye. ആ സാധനം. നമ്മൾ ഈ നടക്കുന്ന ഹൈഡ്രോ പാത്ത് വേയിൽ തന്നെ നല്ല ക്ലീൻ വാട്ടർ ആട്ടോ. ഇതെല്ലാം പുപ്പു സ്പ്രിങ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളം നമ്മൾക്ക് കണ്ടാലറിയാം, താഴെ ഭയങ്കര ക്ലീനസ്റ്റ് വാട്ടറാണ്. അതുമാത്രമല്ല, ഏറ്റവും ബേസ് വരെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നടക്കുന്ന വഴിയിലൊക്കെ കിളികളുടെ സൗണ്ടും എല്ലാമായിട്ട് നല്ല രസം കേട്ടോ. Go and watch. ഇടണോ ചിന്നു? Yeah. You like the water? ഓ, ഏത് സൈഡ് വേണമെന്ന്? ദിസ് സൈഡ് വാട്ടർ വേണോ?
അവിടെ ഒരു കുഞ്ഞരുവി ഒഴുകി വന്നു നോക്കിയേ. Swimming. Okay, let's go that way. ചിന്നു ചിന്നുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നല്ലോ. അമ്മാമ്മ എവിടെ പോവാ? കുഞ്ഞമ്മാമ്മേ 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 Where is all the water, Sana? Where is it? I don't like it. Wow, let's go and find the water there. Come with that. Hold my hand. I think it's Okay, Careful, careful, careful. I got it. Water. You found Daddy! I got it. Water. You found the water? Yeah. Okay. അങ്ങനെ നമ്മളുടെ ചെറിയ വോക്കൊക്കെ കഴിഞ്ഞ് മെയിൻ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഭയങ്കര ക്ലിയറസ്റ്റ് വാട്ടറാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള വെള്ളമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് താഴേക്ക് നോക്കിയാൽ ആ വെള്ളത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് വരെ നമുക്ക് കാണാം. അവിടുത്തെ ചെടികളും അവിടെയുള്ള കല്ലുകളൊക്കെ തന്നെ നല്ല ബ്ലൂ ഷെയ്ഡും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള കല്ലുകളാണ്. ഗ്രീൻ ബ്ലൂ ക്രിസ്റ്റൽസ് പോലെ നമുക്ക് തോന്നും. ശരിക്കും ആ വെള്ളത്തിൻ്റെ അടിയിൽ രത്നങ്ങളുള്ള പോലെ തന്നെ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ ന്യൂസിലൻഡ് എന്ന് തന്നെ ശരിക്കും പറയാം ഈ സ്ഥലത്തിനെ.
Okay, let's go then. നമ്മൾ നേരത്തെ കണ്ട മെയിൻ സ്പ്രിങ്സിൽ നിന്ന് ഒരു സ്വല്പം മാറിയിട്ടുള്ള സ്ഥലം കേട്ടോ ഇത്. ഇത് ഡാൻസിങ് സാൻഡ് സ്പ്രിങ് എന്നാണ് ഈ ഭാഗത്തിന് പറയുന്ന പേര്. അപ്പോൾ അവിടെയും കുറച്ച് വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും നമ്മളുടെ തിരിച്ചുള്ള വോക്ക് വേയുടെ ഭാഗമായിട്ട് വന്നതാണ്. See the duck? How many ducks are in the water? Ten. Okay, wow. Come on, let's go. അങ്ങനെ നമ്മൾ തിരിച്ച് കാർ പാർക്കിങ്ങിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിയും നല്ല ഭംഗിയാണ്. ഈ നല്ല ക്ലിയർ വാട്ടറിൻ്റെ കാട്ടരുവികളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. നല്ല ഒഴുക്കുള്ള വെള്ളം കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടും ശരിക്കും ഒരു വൈറ്റ് നോയ്സ് എഫക്റ്റ് നമുക്ക് കിട്ടും. Please go to the Hey, stop my baby!